റോഷിപാൽ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇനിയൊരു ആലസ്യമോ അലംഭാവമോ പാടില്ല എന്ന് കോടതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയല്ലേ. ഇനി സാംസ്കാരിക വകുപ്പിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക്, നിയമമന്ത്രിക്ക് SIT രൂപീകരിച്ചിട്ടുണ്ട്, പരാതിക്കാർ രംഗത്ത് വരട്ടെ, ആര് പരാതി തന്നാലും പരിശോധിക്കും എന്ന പഴയ മറുപടിയിലേക്ക് തിരികെ പോകാൻ കഴിയില്ലല്ലോ അല്ലേ? സുജയ, ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഇനി സർക്കാരിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ മാസം 19-ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിട്ടപ്പോൾ സർക്കാർ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നു: മൊഴി നൽകിയവർ അവർ പരാതിയുമായി മുന്നോട്ട് വരട്ടെ, പരാതി ലഭിച്ചാൽ സർക്കാർ നടപടി സ്വീകരിക്കും, പോലീസ് നടപടി സ്വീകരിക്കും. ആ നിലപാട് മുഖ്യമന്ത്രി പറയുന്നു. പിന്നീട് ആ നിലപാട് മറ്റു മന്ത്രിമാർ ഏറ്റെടുക്കുന്നു. പക്ഷേ അതിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് ധനമന്ത്രി KN ബാലഗോപാൽ മാത്രമായിരുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിൽ കുറ്റകൃത്യം നടന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിൽ അതിൽ സ്വമേധയാ കേസെടുക്കാൻ പറ്റും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അന്ന് ദില്ലിയിൽ പ്രതികരിച്ചത്. അങ്ങനെ ഒരു മന്ത്രിസഭയിൽ അങ്ങനെ ഒരു വ്യത്യസ്ത പ്രതികരണം ബാലഗോപാലിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഇനി അങ്ങോട്ട് സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇത്തരം വിശദീകരണം നൽകി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കോടതി തന്നെ കൃത്യമായി പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കുറ്റകൃത്യം നടന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമപരിശോധനയിലേക്ക് കടക്കണം. അത് DGP എന്തുകൊണ്ടാണ് റിപ്പോർട്ടിൽ പരിശോധന നടത്തി അതിൽ ഒരു നടപടി എടുക്കാതിരുന്നത് എന്ന ചോദ്യം ഉൾപ്പെടെ ഹൈക്കോടതി ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി SIT G സ്പർജൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അവർ ഈ റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇനി മൊഴി നൽകിയവരുമായി ആശയവിനിമയം നടത്തേണ്ടി വരും അന്വേഷണ സംഘത്തിന്. H വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് ആ SIT പ്രവർത്തിക്കുന്നത്. വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ മൊഴി നൽകിയ വനിതാ സിനിമാ പ്രവർത്തകരെ സമീപിക്കേണ്ടി വരും. അവർ ഈ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. മാത്രവുമല്ല, അവർ പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയെങ്കിൽ ആ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ നിർബന്ധിതമാകും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 4.5 വർഷക്കാലമാണ് ഒരു തരത്തിലും നിയമസാധുതയില്ലാതെ തന്നെ സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. ആ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ പല കാരണങ്ങൾ സർക്കാർ നിരത്തി. ഒടുവിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ തന്നെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തു വന്ന ഒറ്റ കാരണത്താലാണ് സിനിമാ മേഖലയിൽ ഇത്രയും വലിയ ക്രൂരമായ ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുവെന്ന് പൊതുസമൂഹം അറിയുന്നത്, ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇനി ഏതായാലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലാണ് വേണ്ടതെന്ന് സർക്കാർ കോടതിയിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് പൂർണ്ണമായും ഹൈക്കോടതി തള്ളുന്നു എന്ന് മാത്രമല്ല, 4.5 വർഷക്കാലം എന്തു ചെയ്തു സർക്കാർ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം തന്നെ അന്ന് പറഞ്ഞതാണ്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണം, വനിതാ IG-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകണം, ഈ റിപ്പോർട്ട് പൂർണ്ണമായും പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്ന്. പക്ഷേ അത് സർക്കാർ തള്ളുകയായിരുന്നു. മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി ഒന്ന് മാത്രമായിരുന്നു: ഈ റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ഉണ്ടാകില്ല, പക്ഷേ പരാതി വന്നാൽ അത് പരിശോധിക്കും, നടപടി സ്വീകരിക്കും. പക്ഷേ ഇനി ആ നിലപാട് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയില്ല. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൽ സാംസ്കാരിക കാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കൈവശമാണ് കഴിഞ്ഞ 4.5 വർഷക്കാലം ഉണ്ടായത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടി റിപ്പോർട്ട് പൂഴ്ത്തിയതിന് മറുപടി പറയേണ്ടി വരും. കാരണം വലിയ സാമൂഹ്യ പ്രത്യാഘാതമുണ്ടാക്കുന്ന വിഷയമാണെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് സർക്കാർ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പൂഴ്ത്തിയത്, നടപടി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് സമൂഹത്തോട് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. സുജയ. ഓക്കെ റോഷിപാൽ, ശ്യാം ദേവരാജ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് തീരുമാനം വിട്ടിട്ടുണ്ട് കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്ന, അതായത് ലൈംഗികാതിക്രമമടക്കം ക്രൂരമായ ചൂഷണത്തിനും പീഡനത്തിനുമൊക്കെ ഇരയാകേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ വെളിപ്പെടുത്തലും ആ റിപ്പോർട്ടിന്റെ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ഉണ്ടാകാം. നമുക്കിപ്പോൾ നൽകാതെ മാറ്റിവെച്ചിരിക്കുന്ന 5 പേജുകൾ പോലും അങ്ങനെയുള്ള വിവരങ്ങൾ അടങ്ങിയതെന്നാണ് കരുതുന്നത്. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇതിൽ ഉൾപ്പെട്ട ആളുകളെ പ്രത്യേക അന്വേഷണ സംഘം അങ്ങോട്ട് ബന്ധപ്പെടുന്ന രീതിയിലായിരിക്കുമോ നടപടികൾ മുന്നോട്ട് പോവുക? അതിനുശേഷം അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമായിരിക്കുമോ ഫർദർ പ്രൊസീഡിംഗ്സ്? ശ്യാം ദേവരാജ്. ഇതിലേറ്റവും പ്രധാനം, ഇന്ന് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണമായ രൂപം സർക്കാർ SITക്ക് കൈമാറേണ്ടി വരും എന്നതാണ്. കാരണം അഡ്വക്കേറ്റ് ജനറലാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരികയും ചെയ്തു. അത് സർക്കാരിന് നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് ഇക്കാര്യം ഇപ്പോൾ തന്നെ ഉടൻ തന്നെ സാംസ്കാരിക വകുപ്പിനെയും ആഭ്യന്തര വകുപ്പിനെയും അറിയിക്കുകയും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ റിപ്പോർട്ട്, അതിൻ്റെ അനുബന്ധമായ രേഖകൾ
ഈ സാക്ഷിമൊഴികൾ, ഒപ്പം വാട്സപ്പ് രേഖകൾ, ഓഡിയോ സന്ദേശങ്ങൾ, ഈ വീഡിയോ ദൃശ്യങ്ങൾ, പെൻഡ്രൈവിലുള്ള ദൃശ്യങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ ഇതെല്ലാം ഉൾപ്പെടുന്ന റിപ്പോർട്ട് SITക്ക് കൈമാറണം. SIT അടുത്ത ദിവസങ്ങളിൽ സസൂക്ഷ്മം ഈ റിപ്പോർട്ട് പരിശോധിക്കണം. ഏതെല്ലാം കാര്യങ്ങളിൽ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാനാകുമെന്ന് SITയുടെ പ്രത്യേക അന്വേഷണ സംഘം മനസ്സിരുത്തി വായിക്കണം. ഈ തെളിവുകൾ പരിശോധിക്കണം. ഇതെല്ലാം തെളിവുകൾ പരിശോധിച്ചതിന് ശേഷം ഏതെല്ലാം കാര്യങ്ങളിൽ കേസെടുക്കാനാകും എന്ന കാര്യമാണ് SIT ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ കേസെടുക്കുമ്പോൾ കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ, മൊഴികളുണ്ടെങ്കിൽ SITക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ആദ്യം FIR രജിസ്റ്റർ ചെയ്യുക. മറ്റ് നടപടിക്രമങ്ങൾ പിന്നീടല്ലേ, അതിനെപ്പറ്റി ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ഒരു വേള പറഞ്ഞത്. അതായത് ഗുരുതര കുറ്റകൃത്യങ്ങൾ വെളിപ്പെട്ടാൽ അതിന്മേൽ ഒരു നിമിഷം പോലും വൈകാതെ FIR രജിസ്റ്റർ ചെയ്യപ്പെടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെയെങ്കിൽ അത് ആർക്കെതിരെയാണ് ആ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് നോക്കേണ്ടി വരും. കാരണം FIRലൂടെ ഒരാൾ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രതി ആര് എന്ന് സമൂഹത്തിന് മുന്നിലേക്ക് അക്കാര്യം അറിയുകയും വെളിവാകുകയും ചെയ്യും. ഇതിന്മേൽ എന്തെങ്കിലും പ്രാഥമികമായ അന്വേഷണം നടത്താനുണ്ട് എങ്കിൽ അക്കാര്യങ്ങളിൽ പ്രാഥമികമായ അന്വേഷണം നടത്തും. അതല്ല, നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യാനുണ്ട് എങ്കിൽ നേരിട്ട് FIR രജിസ്റ്റർ ചെയ്യും. എന്തായാലും ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിശദമായി ഇന്നും നാളെയുമായി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരുമിച്ചിരുന്ന് വായിച്ച് പഠിച്ച് അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിന്മേൽ ഈ മൊഴി നൽകിയ ആളുകളെ സംബന്ധിച്ച് SIT നേരത്തെ സുജയ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. SIT അങ്ങോട്ട് തന്നെ വിളിക്കും, അങ്ങോട്ട് തന്നെ ബന്ധപ്പെടും, അങ്ങോട്ട് ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ പരാതി നൽകിയിട്ടുണ്ടല്ലോ, ഈ പരാതിയുമായി കൂടുതൽ മൊഴി നൽകാൻ നിങ്ങൾ തയ്യാറാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ ഒരാൾ പറഞ്ഞാൽ അവരുടെ മൊഴി ഈ SIT രേഖപ്പെടുത്തും. അവരുടെ സൗകര്യം. അതാണ് ഇനി അറിയേണ്ടത്. നിശബ്ദത കൊണ്ട് കാര്യമില്ല. 4.5 കൊല്ലക്കാലത്തെ നീണ്ട ഇടവേളയാണ് എടുത്തത്. ക്രൂരമായ നിശബ്ദതയാണ് അവിടെ ഉണ്ടായത് എന്ന് കോടതിയും പറഞ്ഞിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾക്ക് പറയാനുള്ള മറുപടി എന്താണ്?